ഇന്ത്യൻ ചരിത്രത്തിന്റെ നാളുകളിൽ ഇപ്പോഴും ചോര കിനിയുന്ന അധ്യായങ്ങളാണ് ഓരോ സമരമുഖങ്ങളും. വെടിയുണ്ടകൾ നാണിച്ചു പോകുന്ന പോരാട്ട വീര്യം അതുകണ്ട് വെള്ളക്കാർ വെകളി പിടിച്ച് പായുന്ന കാലം. ഗാന്ധിജിയുടെ രംഗപ്രവേശവും സമാന്തര സായുധ പോരാട്ടങ്ങളും ഇംഗ്ലീഷുകാരുടെ ഉറക്കം കെടുത്തി. അങ്ങനെ എത്ര സമരങ്ങൾ. അതിലൊന്ന് ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമത്തിനെതിരെ ഗാന്ധിജി നടത്തിയ പോരാട്ടം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം അതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. बच्चों, आज हम 7वीं कक्षा के दूसरी इकाई पढ़ने जा रहे हैं. दूसरी इकाई का नाम है परिश्रम. एक चित्र देखिए आप. गांधी जी के नेतृत्व में एक बड़ी जुलूस आ रही है और खेत में औरतें काम कर रही है. और वहाँ क्या लिखा हुआ है? കൂട്ടുകാരെ, നമ്മളിന്ന് 7ാം ക്ലാസ്സിന്റെ 2ാമത്തെ യൂണിറ്റ്, ആ യൂണിറ്റിന്റെ പേരാണ് പരിശ്രം. അതിലെ ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഗാന്ധിജി തൻ്റെ അനുയായികളോടൊപ്പം ദണ്ഡി യാത്രയ്ക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കടന്നു വരുന്ന വഴിയിൽ വയലുകളിൽ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളെയും കാണാം. എന്താണ് ആ ചിത്രത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ? അതൊന്ന് നോക്കാം. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹൈ, ജബ്കി अन्य व्यक्ति जागते हैं और कड़ी मेहनत करते हैं. गांधी जी की कही हुई ശബ്ദാംശം. कुछ लोग सफलता के केवल सपने देखते हैं. ചിലർ വിജയത്തിനായി സ്വപ്നം കാണുന്നു, എന്നാൽ മറ്റു ചിലർ നേരം വെളുക്കുമ്പോഴേ അധ്വാനിക്കാനായി പുറപ്പെടുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? അതായത് സഫലത പാനെ കെ ലിയെ ഹമേ പരിശ്രമം കർണാ ചാഹിയെ. പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. കൈ സ്വതന്ത്രതാ സേനാനിയോ കെ പരിശ്രമം और दृढ़ विश्वास के कारण ही ഹമേ ആസാദി മിലി ഥി. കൈ സ്വതന്ത്രതാ സേനാനിയൊക്കെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പട നയിച്ച പല സ്വതന്ത്ര സമര സേനാനികളുടെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ആ ഒരു ശക്തിയിലാണ് നമുക്ക് ആസാദി മിലി ഥി, ആസാദി സ്വാതന്ത്ര്യം കിട്ടിയത്. ഹമാരി ആസാദിക്ക് പീछे കൈ രോചക ഘടനായേ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒത്തിരി ത്യാഗോജ്വലമായിട്ടുള്ള കഥകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഹാനി കാ നാം ഹൈ गांधी जी की नमक कथा. इसके रचयिता हैं उदयन वाजपेयी. अच्छा, ये चित्र देखें. चित्र में क्या है? चित्र में गांधी जी और अनुयायी लोग अहमदाबाद के दांडी सागर के किनारे नमक बना रहे हैं. बहुत सारे लोग हैं, काले कानून का विरोध करते हुए ये नमक बना रहे हैं. ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഗാന്ധിജിയും കൂട്ടരും അഹമ്മദാബാദിലെ ദാണ്ഡി കടപ്പുറത്ത് കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമമായ ഉപ്പിനെതിരെ ബ്രിട്ടീഷുകാർ ചുമത്തിയ ടാക്സിനെതിരെ, കരത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു രംഗമാണ് ഈ ചിത്രത്തിൽ. ശരി, നമുക്കിനി ആ കഥ നോക്കിയാലോ. ഏക്ക് രാജാക്ക് 3 ബേട്ടിയാ ഥി. രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. രാജാവ് ഒരിക്കൽ ഈ 3 മക്കളോട് ചോദിക്കുന്നു, എന്നോട് നിങ്ങളുടെ സ്നേഹം ഏത് രീതിയിലാണ്? तो अपने तीनों बेटियों को पास बुलाकर राजा पूछते हैं कि वे उन्हें कितना प्यार करती है. पहली ने कहा, മൂത്ത മകൾ പറഞ്ഞു, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. ഞാൻ എൻ്റെ അച്ഛനെ സൂര്യനോളം സ്നേഹിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ എന്താ പറഞ്ഞത്? मैं तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में. ആകാശത്തുള്ള ചന്ദ്രനെയും നക്ഷത്രങ്ങളെ പോലെയാണ് ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നത്. സന്തോഷം കൊണ്ട് രാജാവ് തന്റെ ഇളയ മകളോട് ചോദിച്ചു. ചുപ് ഖടി थी, ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഓ ബോലി, അവൾ പറഞ്ഞു, मैं तुम्हें खाने में नमक जितना प्यार करती हूँ. ഞാൻ അച്ഛനെ ആഹാരത്തിലെ ഉപ്പിന്റെ സാന്നിധ്യം അതുപോലെയാണ് ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നത്. രാജാവിന് ഇളയ മകളുടെ മറുപടി ഇഷ്ടപ്പെട്ടില്ല. രാജാക്കോ ജവാബ് പസന്ദ് नहीं आया. പക്ഷെ അവസാനം രാജ ഖാനെ മേ തഥാ ജീവൻ മേ നമക് കെ മഹത്വ കോ സമജ് ജാതാ ഹൈ. രാജാവ് ആഹാരത്തിലും ജീവിതത്തിലും ഉപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹത്തിന് തന്റെ ഏറ്റവും ഇളയ മകളോടായിരുന്നു കൂടുതലും സ്നേഹം. തബ് അപ്നി ഛോട്ടി ബേട്ടി കെ പ്യാർ की गहराई को समझता है. छोटी बेटी के प्यार की गहराई ആഴം, മകളുടെ സ്നേഹത്തിന്റെ ആഴം രാജാവ് തിരിച്ചറിയുന്നു. ശ്രദ്ധയോടെ ഈ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ കഥ രാജാവിന്റെയോ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുടെയോ അദ്ദേഹത്തിന്റെ മക്കളുടെയോ അല്ലെങ്കിൽ മക്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല. നമക്കി കഹാനി, ഇത് ഉപ്പിന്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ഭി ഏക് നമക്കി കഹാനി ലിഖി थी. മഹാത്മാഗാന്ധിയും ഉപ്പിന്റെ കഥ എഴുതിയിരുന്നു. एक नमक की कहानी लिखी थी. कहानी उन्होंने बोलकर नहीं लिखी, പറഞ്ഞല്ല അദ്ദേഹം കഥ എഴുതിയത്. പിന്നെയോ वो कहानी उन्होंने चलकर लिखी थी. നടന്നാണ് കഥ എഴുതിയത്. ഇനി ആ കഥ എഴുതാൻ അദ്ദേഹം ഏകനായിട്ടല്ല,
ഒരു സംഘം ഭാരതവാസികളോടൊപ്പം നടന്നാണ് ആ കഥ എഴുതിയത്. രാജ്യം ഒട്ടാകെയുള്ള ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി തീ. ദേശ് ഭർ കെ ലോകം എന്ന് വെച്ചാൽ ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഒത്തുചേർന്ന് എഴുതിയൊരു കഥയാണ്. എന്താ? അംഗ്രേജോ ദ്വാര കീ ജാ രഹി അന്ധാധുന്ദ് ലൂട്ട് സെ ചിന്തിത്. ഗാന്ധിജിയും ഭാരതവാസികളും ഇംഗ്ലീഷുകാർ ചെയ്യുന്ന അനിയന്ത്രിതമായിട്ടുള്ള കൊള്ള, അതിനെതിരെയുള്ള യാത്രയായിരുന്നു അത്. ഇംഗ്ലീഷുകാരുടെ കൈകളിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ ഭാരതം മുഴുവനും നടന്ന ഒരു യാത്രയായിരുന്നു അത്. അത് ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂട്ടാളികളും. ഉൻ ദിനോ അംഗ്രേസോനെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഖാ. ഉപ്പില് ടാക്സ് ഏർപ്പെടുത്തി. ആര്? ബ്രിട്ടീഷുകാർ. ഇസ്സേ നമക് ബഹുത് മെഹങ്കാ ഹോ ഗയാ. ഉപ്പിന് വില കൂടി. അംഗ്രേസിനെ ഭാരത് കെ ലോഗോ കോ ഖുദ് നമക് ബനാനെ സെ റോക്ക് രഖ. ഇന്ത്യക്കാരും തന്നെ ഉപ്പുണ്ടാക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കി. ഇനി ആരെങ്കിലും കടലിലെ വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗാന്ധിജി എന്ത് ചെയ്തു? അപ്നെ സാഥിയോ കെ സാത്ത്, കൂട്ടുകാരോടൊപ്പം അഹമ്മദാബാദ് സെ പൈദൽ, അഹമ്മദാബാദിൽ നിന്നും ദാണ്ഡി എന്ന് പറയുന്ന കടലിന്റെ തീരം വരെ, ദാണ്ഡി നാം കെ സമുദ്ര കെ കിനാരെ ചൽപ്പടെ നടന്നു തുടങ്ങി. ആ അഹമ്മദാബാദിലെ ദാണ്ഡി കടപ്പുറത്ത് പോയി അവിടുത്തെ ജലം എടുത്ത്, കടലിലെ വെള്ളം എടുത്ത് അദ്ദേഹം നമക് ഉണ്ടാക്കാൻ തുടങ്ങി, ഉപ്പുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അതിലൂടെ ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമം, കാലാ കാനൂൻ, അംഗ്രേസോ കാ കാലാ കാനൂൻ തോടനാ ചാഹത്തെ थे. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ആ കരി നിയമം തകർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഉൻകെ സാത്ത്, ഗാന്ധിജിയോടൊപ്പം അനേക ലോഗ് ജുഡ് ഗയെ, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. കിസി ഭി ഗാവ് മേ ജാത്തെ तो वहां रुककर गांव के लोगों से साथ मिलकर वे खाना खाते थे. നാട്ടിലൂടെ നടക്കുമ്പോൾ, ഗ്രാമാന്തരങ്ങളിൽ നടക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ആളുകളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് അവിടെ തങ്ങി. അങ്ങനെയാണ് കിലോമീറ്ററോളം ദൂരമുള്ള ദാണ്ഡി കടപ്പുറത്ത് എത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് വരുന്നത് കണ്ട് ബ്രിട്ടീഷുകാരുടെ ഹാളിളകി. അവർക്ക് തടയാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ജനസാഗരം. दांडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. ദാണ്ടിയിലെത്തിയതും ആകാശം വരെ വിസ്തൃതമായിട്ടുള്ള സാഗരത്തെ കണ്ടു, തിരമാലകളെ കണ്ടു. ലഹ്റോമേ ചമക്ത സൂരജ് ദിഖ, ആ തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. നദിയുടെ കടലിന്റെ തീരത്തുള്ള കുഴികളിൽ നിറച്ചിരിക്കുന്ന ഉപ്പും കലർന്ന ആ വെള്ളം കണ്ടു. ജനങ്ങൾ ഗാന്ധിയോടൊപ്പം ആ വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കി. ഗാന്ധിജി കെ സാത്ത് മിൽക്കർ നമക് സെ ഗാഡാ ഹുവ പാനി. നമക് സെ ഗാഡാ ഹുവ പാനി എന്ന് വെച്ചാൽ ഉപ്പ് കലർന്ന ആ വെള്ളം എടുത്ത് അപ്നെ ആപ് നമക് ബനായ. അവരെല്ലാവരും ചേർന്ന് ഉപ്പുണ്ടാക്കി. അപ്പോൾ ഗാന്ധിജി ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा. രാജ്യത്തെ മുഴുവനും ഇംഗ്ലീഷുകാരിൽ നിന്നും മോചനം നേടാനുള്ള ഒരു വഴിയാണ് തുറന്നു കാട്ടിയത്. പ്രശസ്ത സാഹിത്യകാരനായ അനന്തമൂർത്തിയുടെ വാക്കുകൾ എന്തായിരുന്നു? ഉन्होंने कहा गांधी जी ने समुद्र के किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आजाद होने का रास्ता खोल दिया. ഗാന്ധിജി ദാണ്ഡി കടപ്പുറത്ത് കൈക്കുമ്പിളിൽ ഉപ്പ് ഉയർത്തിയപ്പോൾ തന്നെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമാകുന്നതിൻ്റെ ഒരു വഴി തുറക്കപ്പെടുകയായിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം. നോക്കൂ, ഈ കഥയ്ക്കുള്ളിൽ പല ട്വിസ്റ്റുകളുമുണ്ട്. ഭീത്തരി ഘുമാവ് കഥയുടെ ഉള്ളിൽ തന്നെ ചില വഴിത്തിരിവുകളുണ്ട്. തും വോ സബ് കുച്ച് ഖോദോ, തും വഹ് സബ് ഖുദ് ഖോജോ. അപ്പം കഹാനികാർ എന്താ പറയുന്നത്? കുട്ടികളെ, നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് ആ വഴിത്തിരിവ്? ഏതൊക്കെ വഴിയിലൂടെ നമ്മൾ കടന്നു പോയിട്ടാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം നേടാനായത് എന്ന് നിങ്ങൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ശ്രീ ഉദയൻ വാജ്പേയി പറയുന്നത്. മനസ്സിലായോ കുട്ടികളെ? നമുക്ക് ഇനി ഈ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തത് ഇൻ ഘട്നാക്കോ ക്രമസേ ലിഖേ. ഈ പാഠവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്, അത് ക്രമത്തിൽ എഴുതുക. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. यात्रा के दौरान हजारों लोग जुड़ते थे, हजारों लोग जुड़ते गए. गांधी जी पैदल दांडी के समुद्र किनारे चल पड़े. रास्ते में कई गांव पड़े. समुद्र के पानी से नमक बनाकर अंग्रेजों का कानून तोड़ा. ഇതാണ് ആ ഘട്ടനകൾ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്രമമായിട്ട്
നോക്കൂ, ഇതാണ് ആ സംഭവങ്ങളുടെ ക്രമം. ഗാന്ധിജി पैदल दांडी के समुद्र किनारे चल पड़े. यात्रा के दौरान हजारों लोग जुड़ते गए. रास्ते में कई गांव पड़े. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. समुद्र के पानी से नमक बनाकर अंग्रेजों का कानून तोड़ा. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള ക്രമം. അടുത്തത് रपट लिखे. गांधी जी अहमदाबाद से पैदल चलकर दांडी पहुंचे. खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रपट तैयार कर. അപ്പോൾ ഒരു സമാചാർ പത്രത്തിന് വേണ്ടി നമ്മൾ റപ്പട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവണം, അത് വേണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം. അതിൽ വേണ്ടത് ശീർഷക്, ഒരു തലക്കെട്ട് വേണം. താൻ, ഒരു സ്ഥലം, അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലം വേണം, എവിടെ നിന്നാണ് നമ്മൾ ഈ വാർത്ത വരുന്നത്. ഇനി ഘട്നാക്ക വിവരൻ, ആ സംഭവത്തിന്റെ ഒരു വിവരണം ഉണ്ടാവണം. വസ്തുനിഷ്ഠത, വ്യക്തമായ കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവണം. और दृष्टिकोण, ഒരു കാഴ്ചപ്പാട്, വാർത്തയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും, ആ കാഴ്ചപ്പാട് വ്യക്തമാണ്. അപ്പോൾ ശീർഷക്, സ്ഥാൻ, ഘടന, വസ്തുനിഷ്ഠത, ദൃഷ്ടികോൺ, ഇത്രയും ആകലൻ സൂചകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു റപ്പട്ട് പരിശോധിക്കപ്പെടുന്നത്. മനസ്സിലായോ? അടുത്ത എന്തൊക്കെയാണ് വേണ്ടത്? ഒരു വാർത്തയാണ്, ഒരു റപ്പട്ട് സമാചാര പത്രത്തിലെ വാർത്തയാണ്. അപ്പോൾ അതിൽ നമ്മൾ സംഭവം ഉണ്ടായിരിക്കണം. ആ സംഭവത്തെ ബേസ് ചെയ്ത് ക്യാ, കബ്, കഹാ, ക്യൂ, കൈസെ, ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ചതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ആ വാർത്തയിൽ ഉണ്ടാവണം. സംഭവം, എന്താണ് സംഭവം? ക്യാ, കബ്, എപ്പോഴാണ് സംഭവം നടന്നത്? കഹാ, എവിടെ വെച്ചാണ് സംഭവം നടന്നത്? ക്യൂ, എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്? കൈസെ, എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? അപ്പോൾ ക്യാ, കബ്, കഹാ, ക്യൂ, കൈസെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ ആ വാർത്തയിൽ നമ്മളിടുന്ന റപ്പട്ടിലുണ്ടെങ്കിൽ അതൊരു നല്ലൊരു വാർത്ത ആയിരിക്കും. മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഈ ഒരു വാർത്ത നോക്കിയാലോ. गांधी ने तोड़ा नमक का कानून. दांडी, 6 अप्रैल 1930. महात्मा गांधी ने ब्रिटिश सरकार के नमक कर के विरोध में अहमदाबाद से दांडी तक की ऐतिहासिक यात्रा प्रारंभ की. 12 मार्च 1930 को चली यह यात्रा में हजारों लोग भाग ली. अंग्रेजों का नमक नियम भारतीयों को नमक बनाने से रोकती थी. गांधी जी ने दांडी के समुद्र तट पर पहुंचकर समुद्र के पानी से नमक बनाकर ब्रिटिश कानून का उल्लंघन किया. इस प्रतीकात्मक कार्य ने स्वतंत्रता संग्राम को नई दिशा दी. प्रोफाइल तैयार करे और प्रदर्शनी चलाए. इതാണ് അടുത്ത പ്രവർത്തനം. स्वतंत्रता सेनानियों के परिश्रम की देन है आज़ादी. स्वतंत्रता सेनानियों का प्रोफाइल तैयार करे और एल्बम അല്ലെങ്കിൽ डिजिटल एल्बम बनाए. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഗാന്ധിജിക്ക് നമ്മക്കഥ എന്ന ഈ പാഠം വിശദമായി പഠിച്ചു. നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്